വരുന്നിതാ എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. പാപക്കാര നീക്കി ഊനമെല്ലാം പോക്കി ജീവനാദി എന്നിൽ ഒഴുകുക ഇപ്പോൾ. പാപക്കാര നീക്കി ഊനമെല്ലാം പോക്കി ജീവനാദി എന്നിൽ ഒഴുകുക ഇപ്പോൾ. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. ചങ്കിലെ ചോരയാലെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ. തുറന്ന ചങ്കിലെ ചോരയാലെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ. ജീവമന്നായേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നാ നിന്റെ ഹിതം പോലെ. ജീവമന്നായേകി പുതുക്കത്തോടെന്നെ നടത്തുക നന്നാ തിരുഹിതം പോലെ. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. ക്രൂശിൻ മറവിൽ ഞാൻ വരുന്നിതാ എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിച്ചും പാടിയും ആരാധിച്ചും പ്രതികൂലങ്ങളിൽ ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട്, ശത്രുവിൻ്റെ മേൽ ജയഘോഷം കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ക്രിസ്തുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്. ആകയാൽ ഇന്നും പ്രതികൂലങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, ഇത് ജയോത്സവത്തിൻ്റെ ദിനമാണ്. വെല്ലുവിളികളെ നോക്കി പറഞ്ഞാട്ടെ, ഇത് ജയോത്സവത്തിൻ്റെ ദിനമാണ്. വാഴ്ചകൾ എതിർത്ത് നിന്നാലും, അധികാരങ്ങൾ എതിർത്ത് നിന്നാലും, കർത്തൃത്വങ്ങൾ എതിർത്ത് നിന്നാലും, കാൽവറിയിൽ വിശ്വസിക്കുന്നിടത്തോളം നാം ജയോത്സവത്തിൻ്റെ പങ്കാളികളാണ്. ഇത് ജയോത്സവത്തിൻ്റെ ദിനരാത്രങ്ങൾ. പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമുക്ക് ദൈവസാന്നിധ്യത്തോട് പറ്റിയിരിക്കാം. കർത്താവിനോട് പറ്റിയിരുന്ന് വിടുതലുകളുടെ മഹത്വത്തെ തിരിച്ചറിയാം. കർത്താവിനെ ആഴമായി അറിഞ്ഞ്
ഉയർച്ചയുടെ ശ്രേഷ്ഠതകളെ രുചിച്ചറിയാം. യൂദായുടെ ലേഖനമാണ് നാം ദിനംപ്രതി ധ്യാനിച്ചു വരുന്നത്. യൂദായുടെ ലേഖനം 3-ാം വാക്യമാണ് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം ധ്യാനിച്ചത്. ഇന്നൊരിക്കൽ കൂടെ നമുക്ക് യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിലേക്ക് കടന്നു പോകാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് യൂദായുടെ പ്രയത്നങ്ങളെ മുഴുവൻ വിഫലമാക്കിക്കൊണ്ട് ദൈവം തൻ്റെ മനസ്സിനകത്തുണർത്തിച്ച ഒരു തോന്നൽ തൻ്റെ ലൈഫിൻ്റെ ഒരു തിരിവിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് കാണുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എഴുതുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത് പൊതുവിലുള്ള ദൈവം നൽകിയ രക്ഷയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ദാനമായ രക്ഷയെക്കുറിച്ച് എഴുതുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹം അതിനുവേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തതും. മുഴുവനും രക്ഷയെക്കുറിച്ച് എഴുതുവാനാണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തത്. എന്നാൽ അതിനെക്കുറിച്ചല്ല എഴുതുവാൻ ദൈവം പ്രേരിപ്പിച്ചത്. ദൈവം പ്രേരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് എഴുതാൻ ഓർപ്പിച്ചു. ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ പറഞ്ഞ് ഇന്ന് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കയറാം. ദൈവം ദാനമായി നൽകുന്ന രക്ഷയെക്കുറിച്ചായിരുന്നു താൻ എഴുതിയിരുന്നതെങ്കിൽ എന്തു പറഞ്ഞേനെ? സഹോദരന്മാരെ, ദൈവം നമുക്ക് ഇത്ര വലിയ രക്ഷ നൽകി, ആകയാൽ നാം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം, നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം, നമ്മൾ ദൈവത്തിന് ആരാധിക്കുന്നവരായിരിക്കണം, നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം, നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇത്ര വലിയ രക്ഷയെ ദൈവം നമുക്ക് നൽകിയില്ലേ? പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചില്ലേ? ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചില്ലേ? അന്ധകാരങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചില്ലേ? ഇത്ര വലിയ രക്ഷയാണ് നമുക്ക് നൽകിയത്. യേശുവിൻ്റെ മരണത്താൽ നൽകപ്പെട്ട രക്ഷ, യേശുവിൻ്റെ ഉയർപ്പിനാൽ നൽകപ്പെട്ട രക്ഷ, യേശുവിൻ്റെ സ്വർഗാരോഹണത്താൽ നാം അനുഭവിക്കുന്ന രക്ഷയുടെ ആഴങ്ങൾ, ഇതൊക്കെയായിരുന്നു താൻ എഴുതുവാൻ ആഗ്രഹിച്ചത്. സങ്കീർത്തനങ്ങളെ പോലെ ഒരു നന്ദി പ്രമേയം അല്ലെങ്കിൽ ഒരു നന്ദി അർപ്പിക്കുവാനുള്ള ഒരു ഉത്തേജനാത്മകമായിട്ടുള്ള ഒരു ലേഖനമാണ് എഴുതുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു, ഇത് നീ ഇപ്പം നന്ദി പറയേണ്ടിയ സമയമല്ല, പകരം നീ ജനത്തോട് പറ, നീ നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നാൽ പോരാ, നീ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് അവനോട് പറ. ഒരു താങ്ക്സ് ഗിവിംഗ് ജനറേഷനെ ഒരു ഡിഫൻസീവ് മോഡിലേക്ക് ഒറ്റയടിക്ക് മാറ്റുകയാണ്. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ ഒരു പോരാളികളുടെ വൃന്ദത്തിലേക്ക് എടുത്തു മാറ്റുകയാണ്. അതായിരുന്നു ദൈവം യൂദയിൽ കൂടെ ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. ആംപ്ലിഫൈഡ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: Beloved, I was making every effort to write you about our common salvation. Beloved, while I was making every effort to write you about our common salvation, I was compelled to write to you urgently, appealing that you fight strenuously for the defense of the faith. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മനസ്സിൽ തോന്നിയെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, പക്ഷേ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുകയാണ്, while I was making every effort to write you about our common salvation, I was compelled to write you. ഒരു കമ്പൽഷൻ എൻ്റെ അകത്തുണ്ടായി. I was compelled to write you, appealing that you fight strenuously. നീ പോരാടണമെന്ന് നിന്നോട് എഴുതാൻ തോന്നി എന്ന് പറഞ്ഞാൽ നീ നന്ദി പറയണം, ആരാധിക്കണമെന്നൊക്കെ പറയാനിരുന്ന ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, നീ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല, പകരം നീ ഫൈറ്റ് ചെയ്യണമെന്ന് പറയാൻ തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, നമ്മൾ ചിലതിനെയൊക്കെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നവരാ. കർത്താവേ, എനിക്കൊരു നല്ല കുടുംബം നൽകി, ഞാനതിന് നന്ദി പറയുന്നു. എനിക്കൊരു നല്ല ഭർത്താവിനെ നൽകി, ഞാനതിന് നന്ദി പറയുന്നു. എനിക്കൊരു നല്ല ഭാര്യയെ നൽകി, എനിക്കതിന് നന്ദി പറയുന്നു. എനിക്കൊരു നല്ല കുഞ്ഞിനെ നൽകി, ഞാനതിന് നന്ദി പറയുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്തൊരു കമ്പൽഷൻ കൊടുക്കുക. നിന്റെ കുഞ്ഞിനെ നൽകിയെന്ന് പറഞ്ഞ് നീ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, നീ ഒരു ഡിഫൻസീവ് മോഡിലേക്ക് പോ. എൻ്റെ കുഞ്ഞിനെ ദൈവം നൽകിയത് കൊണ്ട് സ്തോത്രം. പോരാ, അവിടെ നിർത്തിയാൽ പോരാ. അവിടെ നീ നിർത്തരുത്. പകരം അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് കയറി, എൻ്റെ കുഞ്ഞിനെ ദൈവം എനിക്ക് നൽകി, അവനെതിരെയുള്ള പൈശാചിക പദ്ധതികളുടെ നേരെ ഞാൻ ഒരു ഡിഫൻസീവ് മോഡിലേക്ക് കയറുന്നു. എൻ്റെ ദൈവമേ, എനിക്കൊരു നല്ല ശുശ്രൂഷ നീ നൽകി, നന്ദി കർത്താവേ. എന്നെ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കി, നന്ദി കർത്താവേ.
പെട്ടെന്ന് സ്പിരിറ്റ് അവനെ കമ്പൽ ചെയ്യുകയാണ്. നോ 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 നോ, നീ അതിന് താങ്ക്സ് ഗീവ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. നിന്റെ ശുശ്രൂഷയെ പൊളിക്കാൻ വരുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നേരെ നീ ഒരു അറ്റാക്കീവ് മോഡിൽ കയറ്. ദൈവമേ, എനിക്ക് ജോലി നൽകിയല്ലോ, കർത്താവേ എനിക്ക് വീട് നൽകിയല്ലോ. പെട്ടെന്ന് സ്പിരിറ്റ് അവനെ കമ്പൽ ചെയ്യുകയാണ്. നോ, നിന്റെ ജോലി കിട്ടിയതിന് നീ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. ഈ ജോലിക്കെതിരെ, നിന്റെ സ്ഥാനത്തിനെതിരെ, നിന്റെ അനുഗ്രഹത്തിനെതിരെ ശത്രു കയറി വരുമ്പോ, ഓ ഗെറ്റ് ഇൻടു ആൻ അറ്റാക്കീവ് മോഡ്. നീ ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് കയറ്. ഓ കർത്താവേ, എനിക്കൊരു നല്ല ആരാധന ചർച്ച് നൽകിയല്ലോ. ആ ചർച്ചിൽ വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അകത്ത് കമ്പൽഷൻ ഇടുകയാ. നോ, നീ ചർച്ചിനകത്ത് ആരാധിച്ചുകൊണ്ടിരുന്നാ പോരാ. ഈ ദൈവ സഭയ്ക്കെതിരെ പൈശാചിക പദ്ധതികൾ കൂട്ടം കൂടുമ്പോൾ, നീ സഭയ്ക്ക് വേണ്ടി, നീ ദൈവരാജ്യത്തിനു വേണ്ടി, നിന്റെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നീ പോരാടണം. ഇന്ന് പരിശുദ്ധാത്മാവി ഉപവാസ പ്രാർത്ഥനകളിൽ ചിലരുടെ മൈൻഡിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. A divine inspiration to stand for the kingdom of God, to attack the demonic realms, to fight against the evil authorities. നിന്നെ ദൈവ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത് പാട്ടുപാടി സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് നന്ദി പറഞ്ഞ് ദശാംശ സ്തോത്രം കഴിച്ച് വഴിപാട് അർപ്പിച്ച് പോകാനല്ല. പകരം ദൈവരാജ്യത്തിന്റെ യുദ്ധകളത്തിൽ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീ ഒരു ഫെയ്ത്ത്ഫുൾ സെർവന്റായി നിന്നാൽ പോരാ. പകരം നീ ഒരു ഫെർവന്റ് സോൾജിയറായി നിൽക്കണം. നീ ഒരു ഫെയ്ത്ത്ഫുൾ സെർവന്റായി നിന്നാൽ പോരാ. നീ ഒരു ഫെർവന്റ് സോൾജിയറായി നിൽക്കണം. നീ ഒരു വിശ്വസ്ത ദാസനായി നിന്നാൽ പോരാ. നീ ഒരു തീവ്രതയുള്ള പടയാളിയായി നിൽക്കണം. That is the will of God. It is compelling you. ആരാധനകളിൽ നീ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് കരഞ്ഞാ പോരാ. നീ അഭിഷേകത്തിൽ കയറി ചിലതിനെയൊക്കെ അടിച്ച് കളയാനുള്ളവനാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചിലരുടെ മേലുള്ള കമ്മീഷൻ മാറ്റുകയാ, ചിലരുടെ മേലുള്ള അനോയിന്റിങ് മാറ്റുകയാ, ചിലരുടെ മേലുള്ള അപ്പോയിന്റിങ് മാറ്റുകയാ. നിന്റെ മേൽ ഇന്ന് വരെ കിടന്നത് സ്തുതി എന്ന മേലാടയായിരിക്കും. പക്ഷെ സ്തുതി എന്ന മേലാടയെ കർത്താവ് മാറ്റിയിട്ട് അതിനപ്പുറം ഒരു യുദ്ധത്തിന്റെ പടച്ചട്ട, ഒരു യുദ്ധത്തിന്റെ കുപ്പായം, ദൈവം ഒരു രാജവസ്ത്രം നിന്നെ ധരിപ്പിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ആ ഡിവൈൻ ഇൻസ്പിറേഷനിലേക്ക് കുടുംബത്തെ ഓർത്ത് സ്തുതിക്കാൻ മാത്രമല്ല, കുടുംബത്തിന് വേണ്ടി പോരാടാൻ, മക്കളെ ഓർത്ത് സ്തുതിക്കാൻ മാത്രമല്ല, മക്കൾക്ക് വേണ്ടി പോരാടാൻ, ദൈവം നൽകിയ നന്മകളെ ഓർത്ത് സ്തുതിക്കാൻ മാത്രമല്ല, അത് തലമുറകളിലേക്ക് കൈമാറത്തക്കവണ്ണം അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടാൻ, ദൈവസഭയ്ക്കകത്ത് വന്ന് ആരാധിക്കാൻ മാത്രമല്ല, ദൈവ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ. God is inspiring you. The Spirit is compelling you. While I was making all the effort, the Spirit compelled me in my mind for another purpose. കർത്താവേ, ഞങ്ങൾ ആരാധിച്ചാൽ പോരാ, ഞങ്ങൾ സ്തുതിച്ചാൽ പോരാ, ഞങ്ങൾ പാടിയാൽ പോരാ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നന്മ പ്രാപിച്ചാൽ പോരാ. അതിലധികമായി ദൈവരാജ്യത്തിന് വേണ്ടി കത്തിയെരിയാൻ, പൈശാചിക മണ്ഡലങ്ങൾക്ക് ഞങ്ങൾ ഒരു ഭീഷണിയാകാൻ, ദൈവരാജ്യത്തിന് ഞങ്ങൾ ഒരു അസറ്റാകുവാൻ ഞങ്ങളെ ഉപയോഗിക്കണേ. ഞങ്ങളെ ഈ നാളുകളിൽ അതിനുവേണ്ടി ഞങ്ങളിൽ ചിലരെ പരിശുദ്ധാത്മാവ് അങ്ങനെ ചാർജ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. വചനത്തിൻ്റെ അടുത്ത ഭാഗവുമായി നമുക്ക് നാളെ വീണ്ടും ദൈവവചന ശ്രവണത്തിന് ഒരുമിക്കാം. അതുവരെയും ഈ വചനത്തിൽ പിടിച്ച് ദൈവിക ഇൻസ്പിറേഷനുകൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. ദൈവം നമ്മോട് കൂടെ.